മഴ തോരും മുൻപേ എന്ന മനോഹരമായ പരമ്പരയിലെ ഇനി വരാൻ പോകുന്ന അതിവൈകാരികവും ആകാംക്ഷഭരിതവുമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തുമെന്ന് മനസ്സിലാക്കിയ അലീന ബബിതയ്ക്കൊപ്പം കടപ്പാട്ടൂരേക്ക് പോവുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബബിതയെ കൂട്ടി കുളത്തുപുഴയിലെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം നടക്കുന്ന രസകരവും വൈകാരികവുമായ രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക്. അങ്ങനെ മാമച്ചൻ്റെ വീട്ടിൽ അലീനയാക്കി സ്റ്റാൻലി കുളത്തുപുഴയ്ക്ക് തിരിച്ചു പോവുകയാണ്. സ്റ്റാൻലി തിരിച്ചു പോയ ഉടൻ അലീന കൃഷ്ണജയും രേവതിക്കുട്ടിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. രോഹിത്തും ബാലചന്ദ്രമേനോനും വൈജയന്തിയും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അച്ഛന് കുളിക്കുകയും ഡ്രസ്സ് മാറുകയൊക്കെ വേണ്ടേ. ഇവിടെ അടുത്ത മാമച്ചനങ്ങനുള്ള വീട്. രേവതിക്കുട്ടി കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ, ഞാനിവിടെ ഇരുന്നോളാം, അലീന ബാലചന്ദ്രമേനോട് പറഞ്ഞു. രാത്രി മുഴുവൻ ഉറക്കമിളച്ചിട്ട് അയാളുടെ കൺതടങ്ങൾ കരുവാളിച്ചിരുന്നു. രാവിലെ ആയപ്പോഴേക്കും ആദ്യപരികി അയാൾ തളർന്നു കഴിഞ്ഞിരുന്നു. അലീന രോഹിത്തിനെ വിളിച്ച് മാറ്റി നിർത്തി ബബിതയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു. അങ്ങനെ തന്നെ കിടക്കുന്നു ചേച്ചി, ഒരു മാറ്റമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയണേ. എന്തൊരു പരീക്ഷണമോ ഇത്, തിരിച്ചു കിട്ടുമോ അതോ പോവോ ഒന്നും അറിയാൻ വയ്യല്ലോ. നിറഞ്ഞ കണ്ണുകൾ അവൻ ഷർട്ടിൻ്റെ കോളർ കൊണ്ട് തൂത്തു. ഇന്നലെ അവൻ കുറെ കൂടി ധൈര്യമുള്ളവനായിരുന്നെന്ന് അലീന ഓർത്തു. ഇപ്പോൾ ആകെ തളർന്നിരിക്കുന്നു. മോനെ, നീയെങ്കിലും പതറിപ്പോകരുത്. അച്ഛനെ അമ്മയും കൃഷ്ണമോളെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടവനല്ലേ നീ. അച്ഛനെ അമ്മയും കുട്ടി നീ രേവതിക്കുട്ടിയുടെ കൂടെ മാമച്ചനങ്കിളിൻ്റെ വീട്ടിലേക്ക് ചെല്ല്. കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വല്ലതും കഴിച്ചിട്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ. ശിവനങ്കിൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് അലീന ചേച്ചി, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അലീന അവനെ നിർബന്ധിച്ചില്ല. അവൾ വൈജയന്തി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അമ്മ അപ്പോൾ തനിച്ചല്ലെന്ന് അവൾ കണ്ടു. ശിവശങ്കര മേനോനും ഭാര്യ കമലയും ഒപ്പമുണ്ട്. ഉച്ചയായപ്പോൾ അലീന രോഹിത്തിനെയും കൃഷ്ണജയെയും മാമച്ചൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൈകിട്ട് തിരികെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കിട്ടിയ വിവരം ആശാവഹമായിരുന്നു. ബബിതയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്തു. ICUവിനുള്ളിൽ കയറി അവളെ കാണാനുള്ള അനുവാദവും കിട്ടി. ബാലചന്ദ്രമേനോനും വൈജയന്തിയുമാണ് ആദ്യം അകത്ത് കയറിയത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ രോഹിത്തും ശിവശങ്കര മേനോനും കയറി. അലീന ബാലചന്ദ്രമേനോനെ സമീപിച്ചു. എങ്ങനെയുണ്ടച്ച അവൾക്ക്? പുഞ്ചിരിയാണോ വിതുമ്പലാണോ എന്നറിയാത്ത ആ മുഖഭാവം മാത്രം മതിയായിരുന്നു അവൾക്കുള്ള ഉത്തരം. ശ്വാസം എടുക്കുന്നുണ്ട് ഈശ്വര, ഇന്നലെ മുതൽ അനുഭവിച്ച ആദ്യം വേദനയും. അയാൾ ഒരു കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. രോഹിത് ICUവിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അലീന ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? മയങ്ങിക്കിടക്കുകയാ ചേച്ചി, ഒന്നും അറിയുന്നില്ല. പക്ഷെ അവൻ്റെ മുഖം പ്രഫുല്ലമായിരുന്നു. ഒടുവിൽ അലീനയും അകത്ത് കിടന്ന് ബബിതയെ കണ്ടു. വിരിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. 2 തലയണ വെച്ച് തല ഉയർത്തി വെച്ചിരിക്കുന്നു. ശാന്തമായി ഉറങ്ങുകയാണെന്നേ തോന്നുന്നു. ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നണമെങ്കിൽ എത്ര കടുത്ത ഹൃദയവേദന സഹിച്ചിട്ടുണ്ടാവും. പിന്നെ മണിക്കൂറുകളോളം നീണ്ട മരണവേദനയും പ്രാണൻ്റെ പിടിച്ചിലും. അലീനയ്ക്ക് അവളെ നോക്കി നിൽക്കുക എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അധിക സമയം നിൽക്കരുതെന്ന് നഴ്സ് നിർദ്ദേശിച്ചിരുന്നതിനാൽ അലീന മിഴികൾ തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു. വൈകുന്നേരം ബബിതയെ പരിശോധിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, പേഷ്യൻറ്റിന് ഇപ്പോൾ വളരെ ഭേദമുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഓവർകം ചെയ്തു, ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയല്ലോ. ബബിതയുടെ ഹൃദയമെടുപ്പും ശ്വാസഗതിയും സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ വെളിപ്പെടുത്തി. പൾസ് മെച്ചപ്പെട്ടിട്ടുണ്ട്. സന്ധ്യയോടെ ബാംഗ്ലൂരിൽ നിന്ന് മനുഷ്യങ്കർ എത്തിച്ചേർന്നു. അവനെ കണ്ട ഉടനെ കമലയും വൈജയന്തിയും കൂടി അടുത്തേക്ക് വന്നു. പക്ഷേ അവൻ അലീന നിൽക്കുന്നിടത്തേക്കാണ് പോയത്. അവളോട് ചോദിച്ച് ബബിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി. കമലയ്ക്കും വൈജയന്തിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യങ്കർ എത്തിയോടെ കമലയും ശിവശങ്കര മേനോനും കൊല്ലപ്പള്ളിക്ക് തിരിച്ചുപോയി. രോഹിത്തിനെയും കൃഷ്ണജയെയും വൈജയന്തിയും മനുഷ്യങ്കർ റൂമിലേക്ക് പറഞ്ഞയച്ചു. ബാലചന്ദ്ര മേനോനെ നിർബന്ധിച്ചുവെങ്കിലും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല. അലീനയും പൊക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ, മനുഷ്യങ്കർ പറഞ്ഞു. എങ്കിലും അവൾ ഇവിടുന്ന് പോകാതിരിക്കണേ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. അലീന പോയുമില്ല. രാത്രിയിൽ ഡ്യൂട്ടി നേഴ്സ് വന്ന് പറഞ്ഞു, പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബൈസ്റ്റാൻഡർ ആരാണെന്ന് വെച്ചാൽ ഒരാൾക്ക് അകത്തിരിക്കാൻ പെർമിഷനുണ്ട്. ബാലചന്ദ്രമേനോൻ എഴുന്നേറ്റപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനിരുന്നോളാം അച്ഛാ. അതാണ് അങ്കിളെ നല്ലത്. മനുഷ്യങ്കർ അവളെ പിന്താങ്ങി. അലീന ICUവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബബിത കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കാലച്ച കേട്ട് അവൾ കണ്ണു തുറന്നു നോക്കി. നിർജീവമായ നോട്ടം. അതുകണ്ട് അലീനയുടെ മനസ്സ് പിടഞ്ഞു. ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ കണിക പോലും ആ കണ്ണുകളിലില്ല. ഒരു മൃതദേഹത്തിൻ്റെ പോലെ വിളർത്തിയിരുന്ന അവളുടെ കവിൾത്തടങ്ങളും ചുണ്ടുകളും. ആകെ കൂടി തോന്നിച്ചത് അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു. ICUവിൽ AC യുടെ തണുപ്പും ഉണ്ടായിരുന്നു.
അലീന കസേര ബെഡിനോട് ചേർത്തിട്ട് അതിലിരുന്നു. ബബിതയുടെ തണുത്തിരുന്ന കൈപ്പത്തികൾ അവൾ കയ്യിലെടുത്തു. തളർന്നു മടങ്ങിയിരുന്ന വിരലുകൾ നിവർത്തി തലോടി. ബബിത അലീനയുടെ നേർക്ക് നോക്കിക്കൊണ്ട് കിടന്നു. മരിച്ചുപോയ ഒരാൾ കണ്ണു തുറന്നു നോക്കുന്നത് പോലെ വേറെ ഏതോ ലോകത്തു നിന്ന് നീണ്ടുവരുന്ന നോട്ടം. അലീന അവളുടെ കവളത്തും നെറ്റിയിലും മൃദുവായി തലോടി. ഒന്നും ഓർത്ത് വിഷമിക്കരുത്, ഞാനുണ്ടല്ലോ എൻ്റെ മോൾക്ക്. ഇനി നിന്നെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ടും പോവില്ല കേട്ടോ, അവൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കിക്കോളാം. ബബിത ഒരു ദീർഘനിശ്വാസം എടുത്തെന്ന് തോന്നി. പിന്നെ പതിയെ പതിയെ കണ്ണുകൾ അടഞ്ഞു. അലീന അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയോ എന്ന് നോക്കാനെന്ന വണ്ണം 2 തവണ അവൾ ഇമചിമ്മി തുറന്നു നോക്കി. പിന്നെ മയക്കത്തിലാണ്ടു. അലീന തൻ്റെ കൈപ്പത്തിക്കുള്ളിലേക്ക് മുഖം വെച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. മനുശങ്കർ അലീനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബബിതയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത്. റൂം കിട്ടാൻ വേണ്ടി ബാലചന്ദ്രമേനോൻ രാവിലെ മുതൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അലീനയും മനുശങ്കറും തിരിച്ചെത്തിയപ്പോൾ രോഹിത്താണ് പറഞ്ഞത് ബബിതയെ റൂമിലേക്ക് മാറ്റിയെന്ന്. അവർ റൂമിൽ ചെന്നപ്പോൾ ബബിതയുടെ ബെഡിന് ചുറ്റും ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വൈജയന്തിയും ബാലചന്ദ്രമേനോനും. ബബിത ഒന്നും മിണ്ടാതെ വായ പൂട്ടിക്കിടക്കുന്നു. വൈജയന്തിക്ക് കുറേശ്ശെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ തീ തെറ്റിയതിന് കയ്യും കണക്കുമുണ്ടോ? എന്നിട്ടും വാ തുറക്കുന്നുണ്ടോ നോക്കിയേ. ആൻറ്റിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? മനുശങ്കർ ശാസിച്ചു. അവളെന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? എന്തൊക്കെയാണ് അതിന് പിന്നിലെ രഹസ്യങ്ങൾ എന്നൊക്കെ അറിയണമല്ലേ? അവളൊന്ന് എണീറ്റോട്ടെ ആൻറ്റി. അങ്കിളിന് ഇത്രയ്ക്ക് വിവരമില്ലാണ്ട് പോയോ? ജീവനോടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോ? അല്ല മനു, അവൾക്ക് പറയാമല്ലോ. ആൻറ്റി പ്ലീസ് ഒന്ന് പുറത്ത് ഇറങ്ങി നിൽക്ക്. ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ എല്ലാവർക്കും മുറിക്ക് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നു. ചെക്കപ്പ് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി പേഷ്യൻറ്റിൻ്റെ റൂമിൽ. വൈജയന്തി റൂമിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആരാണ് അലീന? അലീന ഒന്നനങ്ങി. യു ടു ബി ബെറ്റർ, ഷീ ആസ്ക് യു. വൈജയന്തിയുടെ മുഖം വിളറി. അല്പം വീറോടെ അവൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അവളുടെ അമ്മയാണ്. ആയിക്കോട്ടെ, പക്ഷേ പേഷ്യൻറ്റിന് ഇഷ്ടമുള്ളയാൾ കൂടെ നിൽക്കട്ടെ. ഡോക്ടർ നടന്നുപോയി. പിന്നാലെ നഴ്സും. അലീന നീ അകത്തേക്ക് ചെല്ല്, ബാലചന്ദ്രൻ നിർദ്ദേശിച്ചു. അതാ ആൻറ്റി നല്ലത്, അവൾക്കതൊരു സമാധാനം, മനുശങ്കറും പറഞ്ഞു. അരിശം കടിച്ചടക്കി വൈജയന്തി പിന്മാറി. അലീന മുറിക്കുള്ളിൽ കിടന്നു. അവൾ ബബിതയുടെ ബെഡിനരികെ ചെന്നിരുന്നു. ബബിതയുടെ കണ്ണുകളിൽ ഒരു പരിഭവം കാണാമായിരുന്നു. അതൊരു നല്ല ലക്ഷണമാണെന്ന് അലീന മനസ്സിലാക്കി. ബബിതയുടെ വലതുകരം പിടിച്ച് കൈത്തണ്ടിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ മോളെ, ഞാൻ ക്യാൻറ്റീനിൽ പോയതാ. അതിനിടയ്ക്ക് നിന്നെ ഇങ്ങോട്ട് മാറ്റുമെന്ന് ആരറിഞ്ഞു? ഞാൻ വിട്ടിട്ട് പോയതൊന്നുമല്ല. സോറി, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് മനുവേട്ടൻ പറഞ്ഞു ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാമെന്ന്. ബബിത അലീനയെ ഇരിക്കുന്നിടത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ കൊമ്പും കുഴലുമൊക്കെ വലിയ തടസ്സമാണല്ലോ. IV സ്റ്റാൻഡിൽ നിന്നും ഡ്രിപ്പിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബ് ശ്രദ്ധാപൂർവ്വം ഒതുക്കി പിടിച്ച് ബബിതയെ സൗകര്യപ്രദമായ വിധത്തിൽ കിടത്തി. ഇടത് കൈ ഘടിപ്പിച്ചിരുന്ന കാലിലേക്ക് ഇളക്കം തട്ടാതെ ആ കൈയെടുത്ത് അവളുടെ തന്നെ വയറിന് മീതെ വെച്ചു. എനിക്ക് നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയാമോ? ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇപ്പോഴാണ് നിന്നെ എനിക്ക് പിടുത്തം കിട്ടിയത്. ഇനി എന്നെ അങ്ങോട്ട് സഹിച്ചോളണം കേട്ടോ. പഴയതുപോലെയല്ല, ഞാനിപ്പം ഭയങ്കര കത്തിയ, അലീന പറഞ്ഞു. ബബിത സാഹൂദം അവളുടെ മൂത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച വിവരം നീ അറിഞ്ഞായിരുന്നോ? റോഡിൻ്റെ അരികത്തൂടെ നടന്നു പോകുന്ന ഒരാളെ ഇപ്പം ഞാൻ നോക്കിയാൽ നിഷ്പ്രയാസം ഇടിച്ചു വീഴ്ത്താൻ പറ്റും. അലീന പറയുന്നത് കേട്ട് ബബിതയുടെ വിളർത്ത ചുണ്ടുകളിൽ ഒരു മന്ദഹാസം ഉണ്ടായി. അലീന സ്നേഹവായ്പോടെ വാതോരാതെ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ബബിതയെ വേദനിപ്പിക്കുന്നതോ അവളുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് പരാമർശവിധേയമാകുന്നതോ ആയ ഒരു വാക്കുപോലും തൻ്റെ നാവിൽ നിന്ന് വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ബബിത ഓർമ്മയിലേക്കോ വിഷാദത്തിലേക്കോ വീണു പോകുമ്പോഴെല്ലാം അലീന അവളെ ആശ്വസിപ്പിക്കുകയും നെറുകയിലോ നെറ്റിയിലോ ഒരു ഉമ്മ നൽകി സ്വാന്തനിപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം ക്യാൻറ്റീനിൽ വെച്ച് ബാലേന്ദ്രൻ അലീനയോട് ചോദിച്ചു, അവളെ എന്തെങ്കിലും പറഞ്ഞോ? നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് നിഷേധരൂപേണ അലീന തലയാട്ടി. നീ ചോദിച്ചില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? നമുക്കവളെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ലേ അച്ഛാ? അതിനേക്കാൾ വലുതാണ് മറ്റു കാര്യങ്ങൾ. അവൾ സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തുമാത്രം മനോവേദനയുണ്ടായിരിക്കും. അവളിപ്പോഴും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ ഭൂമിയിൽ ധൈര്യമായിട്ട് ജീവിക്കാനുള്ള മനോബലം ഇനിയും അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല. എന്നാലും നിനക്കൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. ഞാൻ ചോദിക്കില്ല അച്ഛാ. ഏതൊരവസ്ഥയിലും നമ്മൾ അവളുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ അവളോടൊപ്പം നിൽക്കുന്നത്. അവൾക്ക് എന്തെല്ലാം സംഭവിച്ചാലും അവൾ നമുക്ക് പ്രിയപ്പെട്ടവളാണെന്ന് അവളെ വിശ്വസിപ്പിക്കണം. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ അവളെ ഉപേക്ഷിക്കില്ലെന്ന് അവൾ തിരിച്ചറിയണം. ഇത്രയും അവൾക്ക് ബോധ്യം വന്നാൽ നമ്മൾ ആരും ഒന്നും ചോദിക്കേണ്ട അച്ഛാ. അവൾ താനേ പറയും, എല്ലാം പറയും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. ബാലേന്ദ്രന് ഇനിയൊന്നും അവളോട് പറയാനില്ല. അവൾ പറഞ്ഞാണ് ശരിയെന്ന് അയാൾക്ക് മനസ്സിലായി.
മണിശങ്കർ വൈകുന്നേരം കൊല്ലപ്പള്ളിക്ക് പോയി. അവനോടൊപ്പം ബാലചന്ദ്രൻ രോഹിത്തിനെയും കൃഷ്ണജയും കടപ്പാട്ടൂരേക്ക് അയച്ചു. ബബിത സുഖപ്പെട്ടു വരുന്ന നിലയ്ക്ക് ഇനി കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. രാത്രിയിലും അലീന തന്നെയായിരുന്നു ബബിതയ്ക്കൊപ്പം. വൈജയന്തിക്ക് ഇക്കാര്യത്തിൽ എന്തെന്നില്ലാത്ത അമർഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. ബബിതയുടെ അമ്മയായ താൻ പുറത്തു നിൽക്കേണ്ടി വരുന്നു. തൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നവൾ അകത്ത് കിടന്ന് തൻ്റെ മകളെ ശുശ്രൂഷിക്കുന്നു. പക്ഷേ പേഷ്യൻറ്റിന് താല്പര്യമുള്ളയാൾ കൂടെ നിൽക്കട്ടെ എന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. എന്നാൽ ബബിതയെ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈജയന്തി തൻ്റെ രോഷം മുഴുവൻ ബാലേന്ദ്ര മേനോൻ്റെ നേർക്ക് ചൊരിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ കടപ്പാട്ടൂരേക്ക് എഴുന്നള്ളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ആരെ? ബാലേന്ദ്രൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഇനി ഞാൻ പേരെടുത്ത് പറയണോ? അലീനയാണ് നീ ഉദ്ദേശിച്ചെങ്കിൽ ബബിതയ്ക്ക് പൂർണ്ണ സുഖമാവുന്നവരെ അവൾ ബബിതയ്ക്കൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ബബിത പറയണം വേണ്ടെന്ന്. അതല്ലെങ്കിൽ അലീന പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. സമ്മതിക്കില്ല ഞാൻ. ഒരിക്കൽ ഞാൻ ഇറക്കി വിട്ടത് അവളെ. അതിന് കൊടുക്കേണ്ടി വന്ന വിലയും എനിക്കറിയാം. ഇനി ആ മുറ്റത്ത് ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. വൈജയന്തി ഉഗ്ര ശബദമെന്ന പോലെ പറഞ്ഞു. പരമ്പരയിലെ ഈ ഭാഗത്തിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. കാത്തിരിക്കൂ.